ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം നടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പാർട്ടി ഓഫീസിൽ നടന്ന അവലോകന യോഗം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ ജനസേവകരായി നിന്ന് വേണം പ്രവർത്തിക്കേണ്ടതെന്നും അവരുടെ ഉത്തരവാദിത്തപൂർണ്ണവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള പ്രവർത്തനത്തിലൂടെയാണ് പാർട്ടിക്ക് വളർച്ച ഉണ്ടാവുന്നതെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. ജയിക്കുന്ന അതായത് LDF-ൽ നിന്ന് പിടിക്കുന്നതിനകത്ത് ഞാൻ എഴുതിയ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പഞ്ചായത്തിൻ്റെ പേര് വെള്ളാവൂരായിരുന്നു. ഇപ്പോൾ അവരിന്ന് ഇതുവരെ വീടിന് പുറത്തോട്ടിറങ്ങിയില്ല. അവർ കരച്ചിലാണ്. ആ സഹിക്കാൻ മേലാത്ത സങ്കടം. ഈ 2 വോട്ടിനും 4 വോട്ടിനും തോറ്റെടുത്ത് അവരൊന്നുകൂടി 10-40 വോട്ട് വന്ന് ചെയ്യാൻ കിടക്കുക, കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല. നമ്മുടെ ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ വലിയൊരു പരാജയമാണ് അവിടെ നമ്മൾ കണ്ടത്. അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ നമ്മൾ പരാജയപ്പെട്ടു. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ പരാജയം ഉണ്ടാകാൻ പാടില്ല. ഇനിയൊരു ഗവൺമെൻറ് കൂടി പിണറായി വിജയൻ്റെ വന്നാൽ ഈ സംസ്ഥാനത്ത് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനാണ് പഞ്ചായത്തിലെ ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം, ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവരും കൂടി ഏറ്റെടുക്കണം. അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളിൻ്റെ പേര് പോലും വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല, ഇല്ലാതാകാൻ പാടില്ല. കുറച്ച് ദിവസങ്ങളെ നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ഇറക്കാനുള്ളൂ. ആ ദിവസങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ ആ ജോലി ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട്. UDF-ലെ പല സ്ഥാനാർത്ഥികളെയും തോൽവിക്ക് കാരണം പാർട്ടി പ്രവർത്തകരുടെ ഏകോപനം ഇല്ലാതെയുള്ള പ്രവർത്തനമാണെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ജോയ് പൂ നിൽക്കുന്നതിൽ അധ്യക്ഷത വഹിച്ചു. അതിരമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ജോറെ പൊന്നാറ്റിൽ, കോൺഗ്രസ് നേതാക്കളായ ഹരിദാസ്, ബിജു കൊമ്പിക്കൽ, ടോമി പുളിമാന്തുണ്ടം, ടോമി പുല്ലുകാലായിൽ, ലവ്ലി ജോർജ് പടികര തുടങ്ങിയവർ പ്രസംഗിച്ചു.